സതീശൻ ചെല്ലും ചെലവും കൊടുത്ത് സ്പോൺസർ ചെയ്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലിരുത്തിയിരിക്കുന്ന ആശാ വർക്കർ ചേച്ചിയുടെ ഒരു പഞ്ച് ഡയലോഗ് കേൾക്കാനിടയായി. മന്ത്രി വീണ ജോർജിനെ ഒന്ന് ആക്ഷേപിക്കാൻ വേണ്ടി സതീശൻ പഠിപ്പിച്ചു കൊടുത്ത ഡയലോഗായിരുന്നു. വച്ച് കാച്ചി. പക്ഷേ ആ പറഞ്ഞതിൻ്റെ ഇടയിൽ ചെറിയൊരു അക്കിടി കൂടി പറ്റിയിട്ടുണ്ട്. വെളുപ്പിന് ഈ സമരപ്പന്തലിൽ നിന്ന് ഞങ്ങൾ ചാടി അദ്ദേഹത്തിന്റെ വീടൊക്കെ കണ്ടുപിടിച്ച് തൈക്കാടി വന്നു. അവിടെ ചെന്നപ്പോൾ ആരുമില്ല. അദ്ദേഹത്തിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ ആരെയും കാണാറില്ല, വീട്ടിൽ ഞങ്ങൾ ഒരാളെയും കാണാറില്ല. നമ്മൾ പല മന്ത്രിമാരെ നമ്മളത് ഓർത്തു. ഞാനൊക്കെ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ വെളുപ്പിന് 4 മണിക്ക് പോയി നിവേദനങ്ങൾ കൊടുക്കാൻ പോയിട്ടുണ്ട്. കേട്ടല്ലോ, മന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതി ചെന്നപ്പോൾ ഭർത്താവ് കാണാൻ പറ്റില്ലെന്ന് അറിയിച്ചത്ര. എന്നിട്ട് അങ്ങനെ അല്ലാത്ത ഒരു പുണ്യാളൻ കാലത്തെക്കുറിച്ച് പറയുകയാണ്. പുലർച്ചെ 4 മണിക്ക് ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ വീട്ടിൽ പോയി നിവേദനം കൊടുത്തിട്ടുണ്ടത്ര. കേട്ടില്ലേ? സൂപ്പർ ഡയലോഗ്. അതായത് പുലർച്ചെ 4 മണിക്ക് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നേരെ കയറി ചെന്ന് ചാണ്ടി സാർ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിനകത്ത് കയറി മറിയച്ചേട്ടത്തിന് അടുത്ത് കിടന്ന പുണ്യാളനെ തട്ടി ഉണർത്തി, സാർ ഇതാ എൻ്റെ നിവേദനം, ഇതിൽ പരിഹാരം കാണണം. എങ്ങനെയുണ്ട്? നല്ല സ്റ്റോറിയല്ലേ? ഇനി ഇതിലൊരു വസ്തുതയുണ്ട്. ഈ പുണ്യാളൻ്റെ കാലഘട്ടത്തിൽ ഈ ആശാ വർക്കർ ചേച്ചിക്ക് എത്ര രൂപയാണ് സർക്കാർ കൊടുത്തിരുന്നതെന്ന് അറിയുമ്പോഴാണ് ആ നിവേദനത്തിൻ്റെ ഗുണം നമ്മൾ മനസ്സിലാക്കുന്നത്. 1000 കുണുവ 100 രൂപ കൂട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരം ചെയ്തു. ആ 1000 കുണുവ അത് തന്നിരുന്ന സമയത്ത് സൂപ്പറായിരുന്നു. നേരത്തെ നമ്മളൊരു ചട്ടി മറിയെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വേറൊരു വേർഷനെയാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. കാര്യം നമുക്ക് ഈ നാട്ടിൽ നാടകം കളിക്കണമെങ്കിൽ സ്ത്രീകൾ വേണം, കുട്ടികൾ വേണം, പ്രായമായവർ വേണം. അങ്ങനെ മറ്റൊരു ചട്ടി മറിയ റോളിലാണ് ഇതിനെയും കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും 7000 രൂപ ഓണറേറിയമാക്കി കൊടുത്തത് ഈ സർക്കാരാണ്. 1000 കുണുവ അന്നത്തെ കാലഘട്ടത്തിൽ കിട്ടിയിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. അത് 100 രൂപ കൂട്ടാമെന്ന് വാഗ്ദാനം ചെയ്തതിന് ശേഷം കൊടുക്കാതിരുന്നപ്പോഴും ഈ ആശ ചേച്ചിക്ക് യാതൊരു വേദനയില്ല. അന്ന് 4 മണിക്ക് നിവേദനം കൊടുത്തത്രേ. നിന്ന് ഈ രീതിയിൽ ഉളുപ്പില്ലാതെ പച്ച കള്ളം സതീശൻ പറയും പോലെ വിളിച്ചു പറയാനുള്ള കഴിവുണ്ടല്ലോ. പിന്നീട് കുറച്ച് മാപ്രകളെ കൂടി മാസപ്പടി കൊടുത്ത് വിലക്കെടുത്തതിന് ശേഷം ഇവർ പറയുന്ന കാര്യങ്ങളെ അതേപടി ഏറ്റുപിടിച്ച് പുറത്തേക്ക് പ്രചരിപ്പിക്കുമ്പോൾ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ കൂടി റദ്ദാക്കപ്പെടുകയാണ്. എന്തുകൊണ്ടെന്നാൽ മന്ത്രി വീണ ജോർജ് ഇതിനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അവരുടെ ഭർത്താവ് മടക്കി അയച്ചു എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചിരുന്നല്ലോ. അതായത് ഭർത്താവ് പത്തനംതിട്ടത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷേ ഇവർ അവിടെ ചെന്നപ്പോൾ കണ്ടത്രേ, എൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ ഭർത്താവ് മന്ത്രിമന്ദിരത്തിലല്ല താമസിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ നാട്ടിലൊരു വീടുണ്ട്. ഞങ്ങൾക്ക് അത്യാവശ്യം ചില, അതായത് കാർഷികമായിട്ടും ഒക്കെ തന്നെ അദ്ദേഹം ഇവിടോട്ട് വരുന്നത് വളരെ റെയറാണ്. അത് മാത്രമല്ല, അവിടെ വരുന്ന ഒരാളെ അദ്ദേഹം കാണുകയില്ല. അങ്ങനെ പറഞ്ഞതിന്റെ ദുരുദ്ദേശം എന്താണെന്ന് അറിയില്ല. വല്ലപ്പോഴും അദ്ദേഹം അവിടെ വരും എന്നുള്ളതാണ്. അപ്പൊ അതിൽ അങ്ങനെ പറഞ്ഞതിന്റെ ദുരുദ്ദേശം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇവിടേക്ക് വരാൻ ഇഷ്ടപ്പെടാത്ത ഞങ്ങൾ താമസിക്കുന്ന വീടുണ്ട് പത്തനംതിട്ടയിൽ അങ്ങാടിക്കല്. അവിടെയാണ് അദ്ദേഹം ഉണ്ടാകാറുള്ളത്. അവിടെ ആരും വന്നതായിട്ട് എനിക്കറിയില്ല. അവിടെ ആരും വന്നിട്ടില്ല. നമുക്ക് അവിടെ CCTV ഉൾപ്പെടെയുള്ളവയുണ്ട്. ഇനി അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞു കേട്ടോ. അദ്ദേഹം അവിടെയാണ് ഉള്ളത്. അവിടുത്തെ CCTV നമുക്ക് നോക്കാം. അവിടെ ആരും വന്നിട്ടില്ല. പിന്നെ 4 മണിക്ക് നിവേദനം കൊടുക്കാൻ പോയ ചേച്ചിയുടെ അടുത്തൊരു കാര്യം, ഈ നാട്ടിൽ ഇടതുപക്ഷക്കാരോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്നവർ അവരും മനുഷ്യരാണ്. അവിടെ 4 മണിക്കൊന്നും ചെന്ന് കയറേണ്ട കാര്യമില്ല, എമർജൻസിയും അല്ല. നിവേദനം കൊടുക്കേണ്ടത് പുലർച്ചെ, അതായത് നേരം വെളുക്കുന്നതിന് മുന്നേ കൊടുക്കുന്ന നിവേദനം, അത് എന്താണാവോ നേരം വെളുത്തിട്ടോ കൊടുത്താലുണ്ടായ കുഴപ്പമെന്ന് നാട്ടുകാർ ചോദിച്ചാൽ ഒരിക്കലും കുറ്റം പറയാനും പറ്റില്ല. കാര്യം നിവേദനമാണല്ലോ കൊടുക്കാൻ പോകുന്നത്. അത് പുലർച്ചെ 4 മണിക്കല്ല കൊടുക്കേണ്ടത്. പുലർച്ചെ 4 മണിക്ക് വീട്ടിലെ ബെഡ്റൂമിൽ പോയി വിളിച്ചുണർത്തി കൊടുക്കേണ്ട സാധനമല്ല. ഒരു വീട്ടിൽ പോയി മര്യാദയുണ്ടെങ്കിൽ പോകേണ്ട സമയവും ഏതാണെന്നും ചാണ്ടി സാർ ഫാൻകാരിയായ ചേച്ചി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നാട്ടുകാർക്കെല്ലാം ബോധവും വകതിരിവുമുണ്ട്. തരുന്നത് കൃത്യമായിട്ട് തരുന്നുണ്ടോ എന്ന് നോക്കണം. ഇനി കൂട്ടി തന്നേ മതിയാകുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓണറേറിയം കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം മാത്രമാണ് ഇങ്ങനെയെങ്കിലും കിട്ടുന്നത്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വേണം ഇതിനൊക്കെ പറയാൻ. ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യാം, ആരും എതിർക്കില്ല. പക്ഷേ സ്പോൺസേഡ് സമരങ്ങൾ, ചിലരുടെ ചട്ടുകമായിട്ട് നിന്നിട്ട് ഇങ്ങനെ നിവേദനം കൊടുക്കുന്ന കഥകളൊക്കെ വിളിച്ച് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ അങ്ങ് പാഴൂർ പഠിപ്പിന് വരെ പോകണമെന്നൊന്നും നിർബന്ധമില്ല.
ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ന്യായമായിട്ട് വേണം അതിന് വർത്തമാനം പറയാൻ. അന്യായമായിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ അടിച്ച് ചില മാധ്യമ കോലുകൾക്ക് മുന്നിൽ കത്തിക്കയറാൻ ശ്രമിച്ചവരുടെയൊക്കെ മുൻ ഉദാഹരണങ്ങൾ ഈ നാട്ടിലുണ്ട്. ഒന്ന് അന്വേഷിച്ചാൽ നല്ലതായിരിക്കും. കാര്യം പിന്നീട് വന്നതിന് ശേഷം സതീശനും കാണൂല, സ്പോൺസർ ചെയ്ത ഒരു മനുഷ്യനും കാണില്ല. സ്വന്തമായിട്ട് മാത്രമേ വച്ചനത്താൻ ഉണ്ടാകുള്ളൂ എന്നുള്ള കാര്യം ആശ ചേച്ചി മറക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും.